വീട്ടിലിങ്ങനെ ചുമ്മാതിരുന്നപ്പോൾ തോന്നിയ ഒരു ഐഡിയയാണ് മൈക്രോ ഗ്രീൻസ് വളർത്തുക എന്നുള്ളത്. കുറേ യൂട്യൂബ് ചാനലുകൾ ആ സമയത്ത് ഇങ്ങനെ പരതി. അപ്പോൾ എനിക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ അത് വളർത്താൻ പറ്റി. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഒരു തോരൻ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ പയറ് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കില്ലേ, അതേ റെസിപ്പി തന്നെ വെച്ച് ഞാൻ ഇലയെല്ലാം കൂടെ അരിഞ്ഞ് നമ്മുടെ സാധാ രീതിയിൽ തന്നെ കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് കറിവേപ്പിലയും എല്ലാം ആഡ് ചെയ്തു. കറിവേപ്പിലയും ഞാൻ അതിൽ ആഡ് ചെയ്തു. പലരും ഇലക്കറികളിൽ കറിവേപ്പില ആഡ് ചെയ്യില്ല, പക്ഷെ ഞാൻ എന്തുകൊണ്ടോ ഇതിൽ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ടേസ്റ്റിന് അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. ലൈക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഇത്. വളരെ എളുപ്പമാണ്. യൂട്യൂബിലാണെങ്കിലും ഇതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഇത് വളർത്തിയെടുക്കുക എന്നുള്ളത്. ആൻഡ് ഇത് തോരൻ ഉണ്ടാക്കുന്നതും കുറേ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള റെസിപ്പീസും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഓരോ വളർച്ചയും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നോക്കി കാണുന്ന ഒന്നാണ്. ലൈക്ക് നമ്മൾ വെറുതെ ഒരു ചെറുപയറിൻ്റെ വിത്തിട്ടിട്ട് ജസ്റ്റ് വെള്ളം ജസ്റ്റ് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അത് ഇതിൻ്റെ ഓരോ വളർച്ചയും നമ്മളിങ്ങനെ ഓക്കെ നെക്സ്റ്റ് എന്താണെന്നുള്ള ഒരു ഒരു ആകാംക്ഷയാണ്. അപ്പം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും വീട്ടിൽ. ആൻഡ് ഇത് നല്ല ഹെൽത്തിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.